ദീർഘനേരം കാത്തിരിക്കുന്ന മുഖ്യമന്ത്രി അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 2 ടേമിലായി 10 വർഷം തുടരെ ഭരിച്ചതിന്റെ മേന്മകൾ ഒന്നുപോലും വിളിച്ചു പറയാനില്ലാതിരുന്നിട്ടും എങ്ങനെ വിജയിക്കാനാവുമെന്ന വലിയ തന്ത്രങ്ങളുടെ കണക്കുകൂട്ടലുകളാണ് പിന്നാമ്പുറത്ത് നടക്കുന്നത്. എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും കോൺഗ്രസ് തൂത്തുവാരി വിജയിക്കുമ്പോൾ UDF കരുത്തു കാട്ടുകയും ചെയ്യുമ്പോൾ LDF എന്ന മുന്നണി പാർട്ടി ചിഹ്നത്തിൽ വർഷങ്ങൾക്കിപ്പുറം ഒരു നേതാവിനെ പോലും വിജയിപ്പിക്കാനായിട്ടില്ല എന്നോർക്കണം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നടന്ന കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളെ പെണ്ണുകേസിൽപ്പെടുത്തി തീർക്കാൻ നോക്കുന്നത്. അങ്ങനെ കോൺഗ്രസിനെയും ടീം UDFനെയും പരാജയപ്പെടുത്തണം. ഒപ്പം ആഗോള അയ്യപ്പ സംഘമൊക്കെ നടത്തിക്കൊണ്ട് വിശ്വാസികളെ കൂടെ കൂട്ടി ആ വോട്ട് കൂടി പെട്ടിയിലാക്കണം. പണ്ട് ശബരിമല ദർശനത്തിന്റെ പേരിൽ വിപ്ലവം സൃഷ്ടിച്ച് പേരുദോഷം വാങ്ങിക്കൂട്ടിയതിന്റെ ക്ഷീണം ഇന്നും ഇടതുപക്ഷത്തിനുണ്ട് എന്നിരിക്കെ അതൊന്നും മായ്ച്ചു കളയാൻ ഏറ്റവും ഉത്തമം BJP ഉത്തരേന്ത്യയിൽ പയറ്റുന്ന വിശ്വാസത്തെ മുതലെടുക്കലാണ്. അതാണ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് പിണറായിയും കൂട്ടരും ഉദ്ദേശിക്കുന്നത്. എന്നാൽ അവിടെയാണ് മുഖ്യന്റെ അടി തെറ്റിച്ചുകൊണ്ട് 3 MLA-മാർ BJPക്കൊപ്പം എന്ന വാർത്ത പുറത്തു വരുന്നത്. അതായത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങുകയാണ് എല്ലാ പാർട്ടികളും. ഓരോ മണ്ഡലത്തിലെയും ജനഹിതം മനസ്സിലാക്കിയുള്ള നീക്കങ്ങൾ തുടങ്ങിയും കഴിഞ്ഞു. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനാണ് CPM-ഉം കോൺഗ്രസും BJP ഉൾപ്പെടെ എല്ലാ പാർട്ടിയും ശ്രമിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിച്ചതിന്റെ ആവേശത്തിലാണ് BJP. കഴിഞ്ഞ തവണ നഷ്ടമായ നിയമസഭാ മണ്ഡലം ഉൾപ്പെടെ കൂടുതൽ സീറ്റുകൾ പിടിക്കാനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. അതിനിടയിലാണ് നടനും BJP സംസ്ഥാന ഉപാധ്യക്ഷനുമായിരുന്ന മേജർ രവി ചില വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. 3 സിറ്റിംഗ് MLA-മാർ BJP-യിൽ ചേരാൻ തയ്യാറായി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. BJP സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന മേജർ രവി എങ്കിലും അടുത്ത കാലത്തായി അദ്ദേഹം പാർട്ടി വേദികളിൽ അത്ര സജീവമായിരുന്നില്ല. താൻ പദവി ഒഴിഞ്ഞിട്ടുണ്ട് എന്നും ഇക്കാര്യം രാജീവ് ചന്ദ്രശേഖറുമായി സംസാരിച്ചു എന്നും മേജർ രവി പറയുന്നുണ്ട്. തന്നേക്കാൾ കഴിവുള്ള വ്യക്തികളെ മുന്നോട്ട് കൊണ്ടുവരണമെന്നും അധികാരം കിട്ടിയില്ല എന്ന് കരുതി പാർട്ടി വിടില്ല എന്നുമൊക്കെ സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചിട്ടുണ്ട് എന്നും മേജർ രവി വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ് 3 MLA-മാർ BJP-യിൽ ചേരാൻ സന്നദ്ധത അറിയിച്ച് തന്നെ സമീപിച്ചിരുന്നു എന്ന് പറഞ്ഞത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു അത് എന്നും പറയുന്നുണ്ട്. അവർക്ക് പ്രത്യേക ഉപാധികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ BJP നേതൃത്വത്തിൽ നിന്ന് അനുമതി ലഭിച്ചില്ല എന്നും എങ്കിലും ഇവിടെ പലരും ഉണ്ടെന്ന മൈൻഡ് സെറ്റ് മനസ്സിലായി എന്നും മേജർ രവി പറയുന്നു. അതേസമയം ആരാണ് തന്നെ സമീപിച്ച 3 സിറ്റിംഗ് MLA-മാർ എന്ന് മേജർ രവി ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല. മുമ്പ് സമാനമായ രീതിയിൽ പല നേതാക്കളെ കുറിച്ചും BJP-യിൽ ചേരുമെന്ന വാർത്തകൾ വന്നിരുന്നു. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നേരിട്ട നേതൃത്വത്തിന് കീഴിലല്ല BJP വരുന്ന തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത് എന്നും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെ തന്നെ ശശി തരൂർ കൂടെ വരണമെന്നും മേജർ രവി കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാണെങ്കിലും 3 MLA-മാർ അതാരാണ് എന്നത് ഇനി വരും ദിവസങ്ങളിൽ ഉയർന്ന ചോദ്യങ്ങളായിരിക്കും, വിവാദങ്ങളായിരിക്കും.